ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു സിനിമയുടെ ഒരു ഡീപ്പ് അനാലിസിസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അത് ഞാനിപ്പോൾ ഒരു റിവ്യൂ ഉണ്ട് സെർബിയൻ ഫിലിമിൻ്റെ. ഓക്കെ, ഒരുപാട് റിവ്യൂ ഉണ്ട്, പക്ഷേ ഇന്ന് വീണ്ടും ഒരു സിമിലർ റിവ്യൂ ഉണ്ട്. അതായത് ഈ സിനിമയുടെ പേര് കേട്ടാൽ തന്നെ പലർക്കും ഒരു എന്താ പറയുക, ഒരു കോരിത്തെറിപ്പാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ഭയാനകമായ സിനിമ, ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്ത പടം, കണ്ടാൽ ബോധം കെട്ട് വീഴും എന്നൊക്കെയാണ് ഇന്റർനെറ്റും പല സിനിമ ഗ്രൂപ്പുകളും അതിനെക്കുറിച്ച് പറഞ്ഞു പറ്റിയിരിക്കുന്നത്. അതായത് 10 രാജ്യത്തിൽ ഈ സിനിമ നിരോധിച്ചിരിക്കുകയാണ്. UK-ലും US-ലും സെൻസർ ഫുൾ കട്ടിയിട്ടുണ്ട്. അങ്ങനെ വൻ വിവാദങ്ങൾ സൃഷ്ടിച്ച ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ പലരുടെയും മനസ്സിൽ ഒരു ചോദ്യമുണ്ട്, ഇത്രയ്ക്ക് ഹൈപ്പ് കൊടുക്കാൻ മാത്രം ഇതിൽ എന്തുണ്ട്? എന്താണ് ഇതിൽ അത്രയ്ക്ക് വയലൻ്റായ പടം എന്ന് പറയാനായിട്ട് ഒന്നുമില്ലല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ മിത്തി സിനിമ ഉണ്ടായെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ പടം അത്ര വയലൻ്റായിട്ട് തോന്നാൻ മെയിൻ കാരണം വെച്ചാൽ നിങ്ങൾ കണ്ടത് മിക്കവാറും സെൻസർ വേർഷൻ ആയിരിക്കും. അതായത് സാധാരണ സൈറ്റിലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും കാണുന്ന ഭൂരിഭാഗം പ്രിന്റുകളും ഇതിൻ്റെ വലിയ വിവാദങ്ങളെല്ലാം വെട്ടിമാറ്റാണ്. അത് കുഞ്ഞുങ്ങൾക്ക് നിന്നുള്ള അക്രമം, നിരോധിക്കപ്പെട്ട ലൈംഗിക അതിക്രമങ്ങൾ, ഓക്കെ, അത് ഭയങ്കരം നിറഞ്ഞ സീനുകൾ, മോർ ദാൻ 5 minutes ഉള്ള സീനുകൾ, ഇതൊക്കെ ഓൾമോസ്റ്റ് ട്രിംഡാണ്. ഓക്കെ, ഫുൾ കട്ടി കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സാധാരണ കാണുന്നവർക്ക് ഒരു സൈക്കോളജിക്കൽ ത്രില്ലായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു സൈക്കോ ഇതാത്ത കാരണം വെച്ചാൽ ഇന്ന് സിനിമ പ്രേമികളുടെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ടെറിഫയർ, മാർട്ടേഴ്സ്, ഹോസ്റ്റൽ ഇതുപോലെ കൊട്ട വയലൻസ് സിനിമ കണ്ട് ശീലിച്ചാണ്. അപ്പോൾ അത്തരം ഹൈപ്പർ റിയലിസ്റ്റിക് സ്റ്റോറികൾ കണ്ടവർക്ക് എന്തായാലും 2010 പുറത്തിറങ്ങിയ ഈ ഒരു സിനിമ അത്രയ്ക്ക് നമുക്ക് സൂചിക്കത്തില്ല. അതായത് ആർട്ടിഫിഷ്യൽ എഫക്റ്റിന് ചോരയും മാത്രം അങ്ങനത്തെ ഒരു റീസൺ. അതായത് ഇന്ത്യയിൽ ഭയങ്കര ഒരു വല്ലാണ്ടൊരു സ്പ്രെഡ് ചെയ്തിരിക്കാതെ, അതായത് റെഡിറ്റിലും യൂട്യൂബിലും ഒരു ഐസ്ബർഗ് ചാറ്റ് വരുന്ന മൂവിയാണ്. അത് എപ്പോഴും ഒന്നാം സ്ഥാനം അടിച്ചത്, ആരും കാണരുത്, ഓക്കെ, ഇത് കാണാൻ പാടില്ല, ഇത് കണ്ടാൽ അതാണ് നിങ്ങൾക്ക് പറയുമ്പോൾ ഒരു ഫോർബിഡൻ ഫ്രൂട്ട് ഉണ്ടല്ലോ, അതാണ് ഈ ആൾക്കാരെ ഇൻട്രസ്റ്റ് കൂട്ടി ഈ മൂവി കാണാനും എന്താണെന്ന് അറിയാനുള്ള തോര. അപ്പം സിനിമ കണ്ട മാക്സിമം ആൾക്കാരും ഇതിനെക്കുറിച്ച് ഇത് കണ്ടതിന് ഇത് പ്രചരിപ്പിച്ച കഥകളുണ്ട്. എന്നാൽ ഈ സെർബിയ മൂവി സെർബിയൻ ഗവൺമെൻറ്റിൻ്റെ അഴിമതിയും സാമ്പത്തിക ചൂഷണത്തിനും വരെയുള്ള ഡാർക്ക് പൊളിറ്റിക്കൽ ഒരു ഇമ്പാക്ട് കൊണ്ടാണ് ഈ സിനിമ ആ പുള്ളി ഡയറക്ടർ ഉണ്ടാക്കിയത്. പക്ഷേ എന്നാൽ കാണികൾ അടിക്കാൻ ഓരോ ടോപ്പ് പടമായി മാത്രമാണ് ഈ ഭൂരിഭാഗം എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഇൻ്റർനെറ്റ് ഉണ്ടാക്കി വെച്ചൊരു വലിയ ഹൈപ്പിനോട്, ഓക്കെ, ഇത്രയും ഹൈപ്പ് കണ്ടിട്ട് നമുക്ക് മൂവി കാണുമ്പോൾ ഇതിലൊന്നുമില്ലെന്ന് നമുക്ക് തോന്നും. കാരണം ഓൾറെഡി ഫുൾ റിമൂവാണ് ഈ മൂവിയിലൊക്കെ. ഇതിൽ ഒരുപാട് റിവ്യൂസ് കണ്ടുണ്ട് ഈ സെർബിയൻ മൂവിയുടെ. അപ്പം കണ്ട 90% റിവ്യൂസ് എന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്കിത് കാണാൻ കഴിയില്ല, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫുഡ് കഴിക്കില്ല, അത് ചെയ്യില്ല. ഞാൻ ഈ മൂവി പല പ്ലാറ്റ്ഫോമിലും ഇതിൻ്റെ അൺഗൈഡ് സെർച്ച് കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ ടെലിഗ്രാമിൽ കണ്ടിട്ടുണ്ട്, ടെറാബോക്സിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയ്ക്ക് വയലൻ്റായിട്ടൊന്നുമില്ല. കാരണം അതിൻ്റെ സീൻസ് എല്ലാം റിമൂവാണ് ആ മൂവിയുടെ. അവർ പറഞ്ഞ എക്സ്ട്രീം വയലൻസ് സീനെല്ലാം റിമൂവാണ് അത്. അതുകൊണ്ടാണ് പിന്നെ ഓവർ ഹൈപ്പ് ചെയ്ത മൂവീസിൻ്റെ നിലവാരം കുറയ്ക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു സിനിമയായിട്ട് കാണാം. അതുവരെ ബൈ.